33-ാം സ്ഥലം. ഈശോയുടെ മൃതശരീരം മാതാവിൻ്റെ മടിയിൽ കിടക്കുന്നു. ഈ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ പ്രധാനമായി ഉണ്ടായ 2 ചിന്തകളാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഒന്നാമതായി, ഈ സ്ഥലത്തുണ്ടായിരുന്നവർ ആരൊക്കെ ആയിരുന്നിരിക്കണം? വിശുദ്ധ ബൈബിൾ പറയുന്നതനുസരിച്ച് യേശുവിൻ്റെ കുരിശിൻ്റെ അരികെ യേശുവിൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേഫാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലിന മറിയവും യേശുവിൻ്റെ പ്രിയ ശിഷ്യനും പിന്നെ ഈശോയുടെ ശരീരം കുരിശിൽ നിന്നിറക്കി അത് സംസ്കരിക്കുവാൻ അനുവാദം നേടിയെടുത്ത അരിമത്തക്കാരൻ ജോസഫും നിക്കദേമോസും. ഈശോയുടെ പ്രിയ ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയെക്കുറിച്ചാണ്. ജോസഫിനെയും നിക്കദേമസിനെയും കുറിച്ച് പറഞ്ഞാൽ യഹൂദരോടുള്ള ഭയം നിമിത്തം ഈശോയെ നിശബ്ദരായിട്ട് അനുഗമിച്ചിരുന്ന ശിഷ്യന്മാരായിരുന്നു അവർ. ഒരുപക്ഷെ കുറെ കൂടെ ആളുകൾ അവിടെ ഉണ്ടായിരിക്കുവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അവർ തീർച്ചയായും ഈശോയുടെ കൂടെ നടന്നു വരും. പ്രത്യേകിച്ച് തൻ്റെ പരസ്യജീവിത കാലത്ത് ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും ഫലം അനുഭവിച്ചവരും ഈശോയിലൂടെ രോഗസൗഖ്യം നേടിയെടുത്തവരും, പ്രത്യേകിച്ച് നാം ഇപ്പോൾ 8-ാം സ്ഥലത്ത് കണ്ട ജെറുസലേമിലെ സ്ത്രീകളും ഇവരിൽ ചിലരൊക്കെ ആയിരിക്കും അവർ. യേശു കുറ്റക്കാരനല്ല എന്ന ബോധ്യമുണ്ടായിട്ടും പിലാത്തോസ് ഒരു കൂട്ടം യഹൂദ ജനതയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുവാനായി യേശുവിനെ മരണത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഒരു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ മുഴുവനെതിരായിരുന്നിട്ടും പാപം ചെയ്യാതിരുന്നിട്ടും ഒരു പാപിയെപ്പോലെ അപമാനിതനായി ക്രൂശിൽ ഈശോയുടെ കൂടെ ചേർന്ന് നിൽക്കുവാൻ ധൈര്യം കാണിച്ച് ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുന്ന ഈ ചെറിയ ജനതയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവരിൽ എന്താണ് ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും ഒരു ദൈവികത, ഒരു രക്ഷാകര ദൗത്യത്തിന് ഭാഗമാകാനുള്ള ഒരു വിളി, ഒരു ദൈവാത്മാവിൻ്റെ നിറവ് അവരിൽ ഉണ്ടായിരുന്നിരിക്കണം. ഈ ദൈവികത കൊണ്ടാണ് ഈശോയുടെ കൂടെ നിൽക്കുന്നവരെ അവിടെ നിന്ന് അകറ്റി നിർത്തുവാനായി പടയാളികൾ ഉണ്ടായിരുന്നിട്ടും ആ സ്ഥലത്ത് തുടരുവാൻ അവർക്ക് ധൈര്യം കാണിച്ചത്. പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കേണ്ട ഈ ദൈവികതയും പരിശുദ്ധാത്മാവിൻ്റെ വെളിവും തന്നെയല്ലേ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ പോലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമതായി എൻ്റെ ചിന്ത പോയത് പരിശുദ്ധ അമ്മയിലേക്കാണ്. ഈ ചെറിയ ദൈവജനത്തിനിടയിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രൂശിൽ മരണപ്പെട്ട തൻ്റെ മകൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന പരിശുദ്ധ അമ്മയിലേക്ക് നാം തീർച്ചയായിട്ടും ചെന്ന് നിൽക്കും. ഈശോയുടെ ജനന വാർത്ത കേട്ടത് മുതൽ ഈ നിമിഷം വരെ ആ അമ്മ കടന്നുപോയിട്ടുള്ള സഹനങ്ങളിലേക്ക് നമുക്ക് ബൈബിളിൻ്റെ സഹായത്തോടുകൂടെ ഒന്ന് ഓർത്തെടുക്കാം. ഉണ്ണിയേശുവിൻ്റെ ജീവനെ സംരക്ഷിക്കുവാനായി ഈജിപ്തിലേക്കുള്ള പലായനം, ഉണ്ണിയായ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന ശിമിയോൻ്റെ പ്രവചനം, ദേവാലയത്തിൽ വെച്ച് 3 ദിവസം മകനെ കാണാതായപ്പോൾ ഉണ്ടായ മനോവേദന, നാടിനും വീടിനും നന്മ ചെയ്ത് കടന്നു പോകുമ്പോൾ 33-ാം വയസ്സിൽ ആ പ്രിയപ്പെട്ട മകൻ ഇതാ ഒരു കുറ്റവാളിയെപ്പോലെ ക്രൂശിൽ മരണപ്പെട്ട് തൻ്റെ മടിയിൽ. ചുരുക്കി പറഞ്ഞാൽ കാൽവരി മുതൽ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ കരഞ്ഞു തീർത്ത ഒരമ്മ. ഇതുപോലെ വ്യാകുലങ്ങളിൽ കൂടി കടന്നുപോയ, ഹൃദയം മുറിഞ്ഞു പിടഞ്ഞ ഒരമ്മയെ നമുക്ക് മറ്റെവിടെ കാണാൻ പറ്റും? മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മക്കളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, അവരുടെ ഭാവിയെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള ആകുലതകൾ,
അവർ നല്ലതെന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലതല്ലാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന നിസ്സഹായത, ഇതുപോലെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ആകുലതകളിൽ നമുക്ക് ആശ്രയിക്കാൻ, മധ്യസ്ഥം യാചിക്കുവാൻ പരിശുദ്ധ അമ്മയോളം യോഗ്യയായ മറ്റൊരമ്മയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അപമാനിതനാക്കി വധിക്കപ്പെട്ട മകൻ്റെ ശരീരം മടിയിൽ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ ഞങ്ങൾ നിശബ്ദരാകുന്നു. ഈ സമയത്ത് അമ്മ അനുഭവിച്ച മനോവേദനയെ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇപ്പോൾ ഓർക്കുന്നു. ഒരു ജീവിതകാലം മുഴുവൻ തൻ്റെ പ്രിയപ്പെട്ട മകനെക്കുറിച്ചുള്ള വ്യാകുലങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന പരിശുദ്ധ അമ്മയെ മക്കളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം കൊടുക്കണമേ. പ്രയാസങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ നിസ്സഹായരായി ദൈവത്തിൽ ആശ്രയിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സഹനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. ദൈവസന്നിധിയിൽ അമ്മ ഞങ്ങൾക്ക് ശക്തയായ മധ്യസ്ഥയായിരിക്കണമേ. ആമേൻ. ഏറ്റവും വ്യാകുലിയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നു